എല്ലാവർക്കും നമസ്കാരം. ഈ സുഭാഷിതം ചാനൽ ഡിജിറ്റൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുക. സമൂഹത്തെ ബാധിക്കുന്ന പുഴുക്കുത്തുകളെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് വട്ടാവുമെന്നാണ് തോന്നുന്നത്. ഇതാ ഒരു SFIയുടെ നേതാവ് എംടെക്കിന് പാസ്സാകാതെ പുള്ളിക്കാരൻ എന്ത് ചെയ്തിരിക്കുന്നു? PhDക്ക് പരീക്ഷ എഴുതിയിരിക്കുന്നു. ഡോക്ടർ സജി ഗോപിനാഥ് എന്ന് പറയുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ആയത് എങ്ങനെയെന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യണം. അദ്ദേഹം ഒരു സഖാവായത് കൊണ്ട് കിട്ടുകയും ദീർഘകാലം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു, അത് വേറെ കഥ. സജി ഗോപിനാഥിനെ കുറിച്ചുള്ള വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഈ ചർച്ച ചെയ്യാനുള്ള കാര്യമില്ല. സജി ഗോപിനാഥിനാണ് എലിജിബിൾ ആണോ അതൊക്കെ വേറെ വിഷയം. പക്ഷേ അദ്ദേഹം അവിടെ ഇരുന്നോട് ചെയ്യുന്ന പണികളാണ് ഇങ്ങനെ പണിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ VC ആയിട്ടിരിക്കാൻ പറ്റിയതെന്ന് ഇപ്പം തെളിയുന്നു. എന്താണ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ കേരള കൗമുദി പത്രമാണ്. അതിൽ 5-ാമത്തെ പേജ് വിവിധം എംടെക് പാസ്സാകാതെ SFI നേതാവിന് PhD പ്രവേശനമെന്ന് സാങ്കേതിക യൂണിവേഴ്സിറ്റി VCക്ക് പരാതി വന്നിരിക്കുന്നു. സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ചെറിയ മോനല്ല കേട്ടോ, സിൻഡിക്കേറ്റ് അംഗമാണ്. അവൻ മിടുക്കനാണ്. അവനാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ ശരിക്കും ശരിയാക്കണം. നാളത്തെ വിദ്യാഭ്യാസ വിചക്ഷണനാവണം. പറ്റുമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയാക്കണം. എന്താ കക്ഷി? സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും SFI നേതാവുമായ ആഷിഖ് ഇബ്രാഹിം കുട്ടി എംടെക് പരീക്ഷ പാസ്സാകാതെ ചട്ടവിരുദ്ധമായി PhDക്ക് പ്രവേശനം നൽകിയതായി പരാതി വന്നു. എംടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 1ാം സെമസ്റ്റർ പരീക്ഷ 1ാം സെമസ്റ്റർ പാസ്സായിട്ടില്ല. ചേട്ടാ, അവസാന സെമസ്റ്റർ പാസ്സാവാതെ പരീക്ഷ കൊടുത്താലും പിന്നെ സഹിക്കുക, റിസൾട്ട് വന്നില്ലെങ്കിലും പറയാം. 1ാം സെമസ്റ്റർ പാസ്സായിട്ടില്ല. ഇവൻ ആരടാ? എന്ത് യൂണിവേഴ്സിറ്റി? എന്ത് ഡോക്ടർ സജി ഗോപിനാഥേ, നിങ്ങൾ എവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ അടിമപ്പണി ചെയ്യാൻ പോയത്? അങ്ങനെ 1ാം സെമസ്റ്റർ പാസ്സാവാത്ത തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ SFI നേതാവിന് PhD പ്രവേശനം നൽകിയതാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ ശശികുമാറും ഷാജിർ ഖാനും കൂടെയൊക്കെ നമ്മുടെ VCക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ അവർ ഗവർണർക്ക് പരാതി നൽകുമായിരിക്കാം. 1ാം സെമസ്റ്റർ പരീക്ഷ പാസ്സായില്ലെന്ന വിവരം മറച്ചുവെച്ച് സർവകലാശാല പ്രത്യേക അനുമതി നേടിയെടുക്കുമായിരുന്നുവെന്നും എല്ലാ സെമസ്റ്ററും പാസ്സായവർക്ക് PhD കാരണം പരീക്ഷ എംടെക് പാസ്സാവാതെ PhD ചെയ്യാൻ പറ്റുമോ? ഇബ്രാഹിം കുട്ടി, സജി ഗോപിനാഥേ, VC പ്രിൻസിപ്പാളെ, നിങ്ങളൊക്കെ എന്ത് അടിമപ്പണിയാണ് ചെയ്യുന്നത് ഈ ജനാധിപത്യത്തിൽ? PhD പരീക്ഷയ്ക്ക് അവസാന സെമസ്റ്റർ പരീക്ഷാ ഫലം 24 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ചു. 24 ആഗസ്റ്റിലായിരുന്നു പ്രവേശന പരീക്ഷ. എന്നാൽ ആഷിഖ് പ്രവേശന പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷവും 1ാം സെമസ്റ്ററിൻ്റെ ഹാജരില്ലാത്തത് കൊണ്ട് കോളേജിൽ പോയിരുന്നു പഠിച്ചു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസം കരുപിടിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നത്? മക്കളൊക്കെ ഇവിടെ പഠിക്കാൻ പോകുന്നത്? PhDക്ക് പ്രവേശനം നേടിയ ശേഷം സർവകലാശാലയുടെ ഡോക്ടർ കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് മുഴുവൻ മാർക്ക് ലിസ്റ്റുകളും പരിശോധിച്ച ശേഷമാണ് എൻട്രൻസ് സമയത്തും പ്രവേശനം നേടിയപ്പോഴും എംടെക് പാസ്സായില്ലെന്ന് കണ്ടെത്തിയത്. അപ്പോൾ എതിർപ്പ് ഉന്നയിച്ച റിസർച്ച് ഡീനിൻ്റെ ഡെപ്യൂട്ടേഷൻ തുടരാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി. ഓഹോ, ഇത് നല്ല ഉടായ്പാണല്ലോ. അപ്പോൾ കള്ളം ചെയ്തു, കള്ളം കണ്ടുപിടിച്ചപ്പോൾ കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥനെ ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്യുന്നു. എന്തൊരു നീതിബോധമാണ് പിണറായിയുടെ ഭരണത്തിൽ നടക്കുന്നത്? ബിന്ദു, നിങ്ങൾക്കൊക്കെ ഡോക്ടർ ബിന്ദു, നിങ്ങളല്ലേ ഒരു ഡോക്ടറേറ്റ് ഇല്ലേ? നിങ്ങളൊക്കെ എന്ത് ഭരണമാണ് വനിത ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് വനിത എന്നുള്ള നിലയിൽ നിങ്ങളിവിടെ ചെയ്യുന്നത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എൻട്രൻസ് സമയത്ത് കണ്ട റിസർച്ച് ഡീനിൻ്റെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ആഷിഖ് 4ാം സെമസ്റ്റർ പാസ്സായെങ്കിലും PhD പ്രവേശനത്തിന് സെമസ്റ്റർ പാസ്സായില്ലെന്നും അത് ചട്ടവിരുദ്ധമാണെന്നും പ്രവേശന പരീക്ഷ എഴുതിയെന്നുള്ള കാര്യം വൈസ് ചാൻസലർക്ക് ഡോക്ടർ K ശിവപ്രസാദ് കൈമാറി. ഈ ഡോക്ടർ K ശിവപ്രസാദ് അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ടും നീതിമാനായതുകൊണ്ട് ഇവരിത് ചെയ്തിട്ടില്ല എന്ന് കൈമാറി. എന്നാൽ അതിനിടയിൽ ഡീനിൻ്റെ IHR ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചു. എന്നിട്ട് ഡോക്ടർ സജി ഗോപിനാഥ് സ്പെഷ്യൽ ഉത്തരവ് കൊടുത്തുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് വരുന്ന വളരെ രസകരമായ മറ്റൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് നോക്കിയിട്ട് പോകാം. PhDക്ക് പ്രവേശനം നൽകിയതിൽ ചട്ടവിരുദ്ധമായ ഡോക്ടറേറ്റ് നൽകുന്നതിൽ റിസർച്ച് സെക്ഷൻ ഡീനിനെ യുവ നേതാവ് ഡീനിൻ്റെ ഡെപ്യൂട്ടേഷനിൽ ഭീഷണിപ്പെടുത്തിയ കഥയൊക്കെ ഞാൻ പറഞ്ഞു. റിസർച്ച് ഡീനിൻ്റെ പ്രസാദനം കൈമാറി. അവസാനം എന്ത് പറ്റി? നമ്മൾ എംടെക് പാസ്സാകാത്ത ആളിന് സാങ്കേതിക സർവകലാശാല എന്ത് കൊടുത്തു? ഇതും കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ രസകരമാണ്. ഡോക്ടർ സജി ഗോപിനാഥ് ഇരുന്ന കാലത്താണ് ഇത് നടന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അതായത് സാങ്കേതിക സർവകലാശാല VCയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സജി ഗോപിനാഥിൻ്റെ പ്രത്യേക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ PhD പ്രവേശന പരീക്ഷ എഴുതാൻ ചട്ടവിരുദ്ധമായി ആഷിഖിന് താൽക്കാലിക അനുമതി നൽകുകയായിരുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. യൂണിവേഴ്സിറ്റി സാങ്കേതിക സർവകലാശാലയാണ്, ഡിജിറ്റൽ സർവകലാശാലയാണ്. ഡിജിറ്റൽ
സാങ്കേതിക സർവകലാശാലയാണ്. അപ്പോൾ വളരെ രസകരമാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ. എന്ത് ചെയ്യാം, ആരോടെ പറയുക? സകലവനും ഡിഗ്രി എടുക്കുന്നതും ഇതുപോലത്തെ PhD ചെയ്യുന്നതും എല്ലാം നമ്മുടെ വാഴ ചിന്തയുടെ നാടല്ലേ. ചിന്താജുറം വാഴക്കൊലയെക്കുറിച്ച്, നാട്ടിലെ ഗോപാലം വാഴ വച്ചതിനെക്കുറിച്ച് PhD ചെയ്ത നാടല്ലേ. എല്ലാം നടക്കും. സേവ് ക്യാമ്പയിൻകാർ, നിങ്ങൾ വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും സേവ് ചെയ്യാൻ കഴിയുന്നതല്ല. എന്നാലും പരാതികൾ വരട്ടെ.